ഒരിക്കൽ കൈലാസത്തിലിരിക്കുകയായിരുന്ന മാതാ പാർവതിയുടെ കണ്ണുകൾ ദൂരെയുള്ള ഒരു ശ്മശാനത്തിൽ പതിഞ്ഞു. അവിടെ വിശന്നു മെലിഞ്ഞ ദരിദ്രനായ ഒരു ശിവഭക്തൻ കത്തുന്ന ചിതയിലെ തീയിൽ നിന്ന് റൊട്ടി ചുട്ടെടുക്കുകയായിരുന്നു. വിശപ്പ് കൊണ്ട് അയാളുടെ വയറ് ഒട്ടിയിരുന്നിട്ടും അയാളുടെ മുഖത്ത് ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. മാതാ പാർവതിയുടെ മനസ്സലിഞ്ഞു. ദേവി ഉടൻ തന്നെ ഭഗവാന്റെ അടുത്തെത്തി പറഞ്ഞു, പ്രഭു, അങ്ങയുടെ ഭക്തൻ വിശന്ന് മരിക്കാറായിട്ടും അങ്ങയുടെ മൗനമായി ഇരിക്കുകയാണോ? ഭഗവാൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ദേവി പാർവതി, എന്റെ വാതിൽ എപ്പോഴും തുറന്നിട്ടിരിക്കുകയാണ്. ആർക്കും വന്ന് എന്ത് വേണമെങ്കിലും ചോദിക്കാം. പക്ഷേ എന്റെ യഥാർത്ഥ ഭക്തർ ഒരിക്കലും ഒന്നും ചോദിക്കാറില്ല. കിട്ടുന്നതിൽ അവർ സംതൃപ്തരാണ്. അവർ ചോദിക്കാത്തത് എനിക്ക് നിർബന്ധിച്ച് നൽകാനും കഴിയില്ലല്ലോ. അത്ഭുതത്തോടെ മാതാ പാർവതി ചോദിച്ചു, നാഥ, അങ്ങയുടെ ഭക്തർക്ക് വിശപ്പ് തോന്നാറില്ലേ? മഹാദേവൻ മറുപടി നൽകി, ദേവിക്ക് വിശ്വാസമില്ലെങ്കിൽ ദേവി തന്നെ അവനെ പോയി പരീക്ഷിച്ചു നോക്കൂ. പെട്ടെന്ന് മാതാ പാർവതി കീറിയ സാരി ധരിച്ച് നടുവളഞ്ഞ ഒരു വയസ്സായ സ്ത്രീയുടെ രൂപത്തിൽ ഭക്തന്റെ അടുത്തേക്ക് പോയി. ക്ഷീണിച്ച ശബ്ദത്തിൽ മാതാ പാർവതി അവനോട് ചോദിച്ചു, പുത്ര, ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് കുറെ ദിവസങ്ങളായി. എനിക്ക് 2 റൊട്ടി തരുമോ? ആ ചിതയിലെ തീയിൽ ആകെ 2 റൊട്ടികൾ മാത്രമേ അവൻ ഉണ്ടാക്കിയിരുന്നുള്ളൂ. പെട്ടെന്ന് അവൻ സ്വന്തം വിശപ്പിനെ കുറിച്ച് ഓർത്തു. പിന്നെ രണ്ടാമതൊന്നും ആലോചിക്കാതെ 2 റൊട്ടികളും ആ വയസ്സായ സ്ത്രീയുടെ കയ്യിൽ വെച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, എടുത്തോളൂ മാതേ, എന്നേക്കാൾ വിശപ്പ് മാതയ്ക്കുണ്ടെന്ന് തോന്നുന്നു. തുടർന്ന് അവൻ അടുത്തുള്ള പാത്രത്തിൽ നിന്ന് 2 കവിൾ ജലം മാത്രം കുടിച്ചതിനു ശേഷം സന്തോഷത്തോടെ നടന്നു നീങ്ങി. പെട്ടെന്ന് പിന്നിൽ നിന്ന് ഒരു വിളി വന്നു, പുത്ര, നിൽക്കൂ. തിരിഞ്ഞു നോക്കിയപ്പോൾ ആ വയസ്സായ സ്ത്രീ തന്നെയായിരുന്നു അത്. നീ എനിക്ക് ഭക്ഷണം നൽകിയിരിക്കുന്നു. നിന്റെ ഈ കർത്തവ്യ ബോധത്തിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. നിനക്ക് എന്ത് വരമാണ് വേണ്ടത്? ചോദിച്ചോളൂ. ഭക്തൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മാതേ, അങ്ങിപ്പോൾ എന്നോട് ഭക്ഷണം ചോദിച്ചു വന്നതല്ലേ ഉള്ളൂ. മാതയ്ക്കും വിശക്കുന്നുണ്ടായിരുന്നു. മാതാവിനോട് ഞാൻ എന്ത് വരമാണ് ചോദിക്കേണ്ടത്? മഹാദേവൻ മാതയ്ക്ക് നല്ലത് വരുത്തട്ടെ. ഇതും പറഞ്ഞ് അവൻ വീണ്ടും നടക്കാൻ തുടങ്ങി. പെട്ടെന്നൊരു ദിവ്യ പ്രകാശം പരന്നു. ആ വയസ്സായ സ്ത്രീ അപ്രത്യക്ഷമായി. പകരം സാക്ഷാൽ ആദിപരാശക്തിയായ പാർവതി ദേവി അവിടെ പ്രത്യക്ഷപ്പെട്ടു. ഭക്തൻ കണ്ണീരോടെ ദേവിയുടെ കാൽക്കൽ വീണു. മാതാ പാർവതി സ്നേഹത്തോടെ അവന്റെ തലയിൽ കൈവച്ച് പറഞ്ഞു, മകനെ, എന്തെങ്കിലും വരം ചോദിച്ചോളൂ. കരഞ്ഞുകൊണ്ട് ഭക്തൻ പറഞ്ഞു, മാതേ, എന്നിൽ പ്രസാദിച്ചെങ്കിൽ എനിക്ക് ഈ വരം മാത്രം മതി. എന്റെ കയ്യിൽ എന്തെങ്കിലും ഉള്ളിടത്തോളം കാലം അത് മറ്റുള്ളവരുമായി പങ്കിടാൻ എനിക്ക് കഴിയണം. ഇനി ഒരു നാൾ എന്റെ കയ്യിൽ ഒന്നുമില്ലാതെ വന്നാൽ അപ്പോഴും എന്റെ മുഖത്ത് ഈ പുഞ്ചിരി മായാതിരിക്കാൻ അനുഗ്രഹിക്കണം. മാതാ പാർവതിയുടെ കണ്ണുകൾ നിറഞ്ഞു. ദേവി മൗനമായി കൈലാസത്തിലേക്ക് മടങ്ങി. ഇതെല്ലാം കണ്ടുകൊണ്ട് മഹാദേവൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കണ്ടോ പാർവതി, ഒന്നും ലഭിക്കാത്തത് കൊണ്ടല്ല എന്റെ ഭക്തർ ദരിദ്രരായിരിക്കുന്നത്. കിട്ടുന്നതൊന്നും അവർ സ്വന്തമായി വെക്കാത്തത് കൊണ്ടാണ്. വെറും കൈയോടെ ഇരിക്കുമ്പോഴും അവരുടെ മനസ്സ് എപ്പോഴും സന്തോഷമുള്ളതും നിറഞ്ഞതുമായിരിക്കും. ഈ കഥ നമ്മളോട് പറയുന്നത്, നമുക്ക് ആവശ്യമുള്ളപ്പോൾ പോലും അത് മറ്റുള്ളവർക്കായി പങ്കുവയ്ക്കുന്ന മനസ്സാണ് ഏറ്റവും വലിയ സമ്പത്ത്. ധനമോ സൗകര്യങ്ങളോ അല്ല, മറിച്ച് എന്തു വന്നാലും തളരാത്ത സംതൃപ്തമായ മനസ്സാണ് യഥാർത്ഥ സന്തോഷം. ഹർ ഹർ മഹാദേവ്.